പഞ്ചാബ് കോൺഗ്രസിൽ ആഭ്യന്തര തർക്കം അതിരൂക്ഷം. PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനെതിരെ കൂടുതൽ നേതാക്കൾ ഗുരുദാസ്പൂർ MPയും മുതിർന്ന നേതാവുമായ സുഖ്ജിന്ദർ സിംഗ് റന്ധാവ അടക്കമുള്ള നേതാക്കൾ ചരൺജിത് സിംഗ് ചന്നി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു. PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനെ മാറ്റണമെന്ന് നേതാക്കൾ ആവർത്തിച്ചു. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, എന്താണ് ഈ പഞ്ചാബിലെ കോൺഗ്രസിലെ നിലവിലെ സാഹചര്യം? സോന, അടുത്ത വർഷം ഫെബ്രുവരിയിൽ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പാണ്. ആ ഘട്ടത്തിലാണ് പാർട്ടിയെ ആഭ്യന്തര കലഹം പിടിച്ചുലയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് തർക്കങ്ങളുണ്ടായിരുന്നു. PCC അധ്യക്ഷനെ മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർണാടകത്തിലൊക്കെ തന്നെ നേതൃമാറ്റം മികച്ച രീതിയിൽ നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷേ പഞ്ചാബിൽ അതല്ല കണ്ടത്. PCC അധ്യക്ഷനായി അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനെയും ഒപ്പം തന്നെ പ്രതാപ് സിംഗ് ബാജ്പേയി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായും തുടരാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസമാണ് കൈക്കൊണ്ടത്. ഒപ്പം മറ്റ് ചില തീരുമാനങ്ങൾ കൂടി, പ്രത്യേകിച്ച് ജാതി സമവാക്യങ്ങൾ പാലിക്കുന്നതിനും ഗ്രൂപ്പിസം ഒഴിവാക്കാനും ഒക്കെ തീരുമാനം കൈക്കൊണ്ടു. അതിലൊന്ന് ചരൺജിത് സിംഗ് ചന്നിയെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിച്ചുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ചന്നി ക്യാമ്പ് ഏതായാലും അതിൽ തൃപ്തരല്ല. കാരണം PCC അധ്യക്ഷനായി അദ്ദേഹം വരുമെന്നാണ് അവർ കണക്കൂട്ടിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമത നീക്കം അല്ലെങ്കിൽ ചന്നിയുടെ നേതൃത്വത്തിലുള്ള നീക്കം ശക്തമായിരിക്കുന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ യോഗമാണ് ഇപ്പോൾ ചേർന്നത്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. അതിൽ നിന്നുള്ള വ്യത്യാസം, കൂടുതൽ നേതാക്കൾ ഇപ്പോൾ ചന്നി ക്യാമ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പല മുതിർന്ന നേതാക്കളും എത്തി. സുഖ്ജിന്ദർ സിംഗ് ബാജ്പേയി അടക്കമുള്ള രന്ധാവ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ചന്നിയുടെ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AICC നേതൃത്വം സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. 3:30-ക്കാണ് അദ്ദേഹം എത്തുക. പ്രത്യേകിച്ച് ഭൂപേഷ് ബാഗേൽ, മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനാണ് സംസ്ഥാനത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം എത്തുന്നതിന് മുൻപാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചന്നിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും കരുത്ത് കാട്ടുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഹൈക്കമാൻഡ് എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ, അതായത് 2022-ൽ പഞ്ചാബിലെ കോൺഗ്രസിൽ എന്ത് സംഭവിച്ചോ അതിപ്പോൾ ആവർത്തിക്കപ്പെടുകയാണ്. കാരണം അന്ന് തുടർ ഭരണം ഉണ്ടാകും അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ എന്നൊക്കെ പ്രതീതി ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് നേതൃമാറ്റം അവിടെ വരുന്നതും ചന്നി മുഖ്യമന്ത്രിയാകുന്നു. അന്ന് ഈ വിമത നീക്കത്തിനൊക്കെ നേതൃത്വം നൽകുന്ന നവജോത് സിംഗ് സിദ്ധു ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചന്നിയുടെ നേതൃത്വത്തിൽ തന്നെ അത്തരം നീക്കം നടക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഹൈക്കമാൻഡ് മറികടക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഭാവി. ഏതായാലും രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് അമരീന്ദർ സിംഗ് രാജ വാറിങ്. അദ്ദേഹത്തെ രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.